ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിൽ ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങളുടെ ആവശ്യകത റെക്കോർഡ് വേഗത്തിൽ ഉയരുന്നതിനിടെ ഇലക്ട്രിക് ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ഏതർ എനർജി ഉൽപ്പാദനശേഷി കൂട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു. ഇതിനായി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള പുതിയ നിർമ്മാണശാല പ്രവർത്തന സജ്ജമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കസ്റ്റമർ എൻക്വയറികൾ 95% പണമടച്ചുള്ള പ്രീ ഓർഡറുകളിൽ 158% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കമ്പനി അറിയിച്ചു. ഇതോടെ പ്രീ ഓർഡറുകളുടെ എണ്ണം 1.5 ലക്ഷത്തിലെത്തി. നിലവിൽ ഉൽപ്പാദനശേഷി പരമാവധി ഉപയോഗിക്കുന്നതിനാൽ ആവശ്യത്തിന് വാഹനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. വിപണിയിലെ ആവശ്യകത പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഉയരുകയാണെന്നും മിതമായ ഉൽപ്പാദനം ഉണ്ടായിരുന്നെങ്കിൽ പ്രതിമാസം 13,000 മുതൽ 15,000 വരെ അധിക സ്കൂട്ടറുകൾ വിൽക്കാനാകുമായിരുന്നുവെന്നും കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ തരുൺ മേത്ത വ്യക്തമാക്കി. ഉയർന്ന ഡിമാൻഡിനെ തുടർന്ന് ചില ഡീലർമാർക്ക് ഏകദേശം 2 മാസത്തെ കാത്തിരിപ്പ് കാലാവധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡീലർമാരുടെ സ്റ്റോക്ക് 14 ദിവസത്തിൽ നിന്നും വെറും 3 ദിവസത്തേക്കാണ് കുറഞ്ഞതെന്നും കമ്പനി വ്യക്തമാക്കി. ഈ സാഹചര്യം മറികടക്കാൻ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള പുതിയ നിർമ്മാണശാല പ്രവർത്തന സജ്ജമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ വാർഷിക ഉൽപ്പാദനശേഷി 4.2 ലക്ഷം യൂണിറ്റിൽ നിന്ന് 9.2 ലക്ഷം യൂണിറ്റായി ഉയരും. വിപണിയിലെ ആവശ്യകത ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ രണ്ടാംഘട്ട വികസനവും വേഗത്തിലാക്കുമെന്നും കമ്പനി അറിയിച്ചു. രണ്ടാംഘട്ടം പൂർത്തിയായാൽ വാർഷിക ശേഷി 14.2 ലക്ഷം യൂണിറ്റായി ഉയരും. ശേഷി വികസനത്തിനായി 2,500 കോടി രൂപ സമാഹരിക്കാനും ഏതർ എനർജി പദ്ധതിയിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ കരുത്തായി മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയും. വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആഗോള സാങ്കേതിക നിർമ്മാണ കേന്ദ്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ വേഗത്തിൽ മുന്നേറുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായി നിലവിൽ ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള 12 പ്രധാന സെമി കണ്ടക്ടർ പദ്ധതികൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഇതിനു മുൻപ് പ്രഖ്യാപിച്ച 76,000 കോടി രൂപയുടെ പ്രോത്സാഹന പാക്കേജിന് പുറമെ അടുത്തഘട്ട വികസനത്തിന് വഴിയൊരുക്കുന്ന സെമികോൺ 2.0 പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പും CG പവറും ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ ഗുജറാത്തിലും അസമിലുമായി ചിപ്പ് നിർമ്മാണ പ്ലാന്റുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയാണ്. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പ്രാധാന്യം ഇന്ന് സ്മാർട്ട് ഫോണുകളിലും വാഹനങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡാറ്റാ സെന്ററുകൾ, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ അടിത്തറയും ഈ ചിപ്പുകളാണ്. ഇതിനായി ആരംഭിച്ച ഇന്ത്യ AI മിഷൻ വഴി ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും കുറഞ്ഞ ചെലവിൽ GPU കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ രാജ്യത്തെ AI ഗവേഷണത്തിനും നവീകരണത്തിനും കൂടുതൽ വേഗം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ 2 മേഖലകളിലുമുള്ള നിക്ഷേപങ്ങൾ വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ മിഡ് സൈസ് SUV വിപണിയിൽ മത്സരം കൂടുതൽ കടുക്കുന്നു. മാരുതി സുസുക്കിയുടെ പുതിയ SUV വിക്ടോറീസ് മികച്ച വിൽപ്പനയുമായി മുന്നേറുന്നതിനിടെ ഹുണ്ടായി, ഹോണ്ട, റെനോ എന്നീ കമ്പനികൾ പുതിയ മോഡലുകളുമായി വിപണിയിൽ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. മിഡ് സൈസ് SUV വിഭാഗത്തിൽ മാരുതി സുസുക്കി വിക്ടോറീസ് നേടിയ വളർച്ച എതിരാളികളെ പുതിയ തന്ത്രങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. വിപണിയിലെത്തി വെറും 8 മാസത്തിനുള്ളിൽ 1 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന പിന്നിട്ട വിക്ടോറീസ് നിലവിൽ മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUV മോഡലുകളിലൊന്നാണ്. പ്രതിമാസം 10,000-ലധികം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് ഈ മോഡൽ രേഖപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ഹോണ്ട കാർസ് ഇന്ത്യ, റെനോ ഇന്ത്യ എന്നിവർ പുതിയ SUV മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 2026 ദീപാവലി സീസണിൽ തന്നെ ഈ വാഹനങ്ങൾ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ വാഹനങ്ങളുടെ വരവോടെ ഈ സെഗ്മെന്റിലെ മത്സരം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. BC4i എന്ന കോഡ്നാമത്തിൽ വികസിപ്പിക്കുന്ന പുതിയ SUV ആഗോള വിപണിയിലെ ഹ്യുണ്ടായി ബയോൺ മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നാണ് സൂചന. ഹോണ്ടയുടെ എലിവേറ്റ് ഫേസ് ലിഫ്റ്റും വലിയ മെക്കാനിക്കൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെ തുടരും. റെനോയുടെ പുതിയ ഡസ്റ്റർ ഹൈബ്രിഡും ഇന്ത്യൻ വിപണിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2 ഇലക്ട്രിക് മോട്ടോറുകളും 1.4 കിലോവാട്ട് മണിക്കൂർ ലിഥിയം അയൺ ബാറ്ററിയും ഉൾപ്പെടുന്ന ഹൈബ്രിഡ് പവർ ട്രെയിനാണ് വാഹനത്തിന്റെ പ്രധാന സവിശേഷത. മാരുതി സുസുക്കി വിക്ടോറീസിന്റെ വിജയത്തിന് പിന്നാലെ വിപണിയിലെത്തുന്ന ഈ 3 പുതിയ മോഡലുകൾ ഇന്ത്യൻ മിഡ് സൈസ് SUV വിഭാഗത്തിലെ മത്സരം പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് ഓട്ടോമൊബൈൽ രംഗത്തെ വിലയിരുത്തൽ.
ഉപഭോക്താക്കൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകളും പുതിയ സാങ്കേതിക വിദ്യകളും ലഭ്യമാകുന്നതോടൊപ്പം കമ്പനികൾ തമ്മിലുള്ള വില, ഫീച്ചർ മത്സരവും കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.